രണ്ട് കാര്യങ്ങൾ സ്മൃതി. ഒന്ന്, കേരള ഹൈക്കോടതി കൃത്യമായി പുറപ്പെടുവിച്ച ഒരു വിധിയുണ്ട് ക്ലോത്തിങ് സംബന്ധിച്ച്. നോ വൺ ഹാസ് എ റൈറ്റ് ടു ജഡ്ജ് വുമൺ ബൈ ദ മാനർ ഇൻ വിച്ച് ഷീ ഡ്രസ്സസ് എന്ന് മാത്രമല്ല, അൺപാർഡനബിൾ ആണ്, ഇൻപെർമിസിബിൾ ആണ് ഒരു സിവിലൈസ് സൊസൈറ്റിയിൽ സ്ത്രീകളുടെ വസ്ത്രധാരണം എന്നുള്ള കാര്യത്തിൽ കേരള ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ വിധി കൃത്യമായി ഉണ്ട്. രണ്ടാമത്തെ കാര്യം ഒരു കുഞ്ഞു കഥ മാത്രമാണ്, ഒരു 30 സെക്കൻഡ് ഞാനും പറയാം. കോവ എന്നാണ് ഈ കഥയുടെ പേര്. കൊലപാതക അനുകൂലി 3/4 ടീഷർട്ടും ഇട്ട് പുറത്തിറങ്ങിയ ഒരു യുവാവ്, വയറ് വരെ കാണുന്ന ഒരു ടീഷർട്ടാണ് 3/4 ആണ് ഇട്ടിട്ടുള്ളത്. തുടയിൽ വെട്ടുകയും വയറിൽ കുത്തുകയും ചെയ്തു. അപ്പോൾ ഒരാൾ പറഞ്ഞു 99% കൊലപാതകം ചെയ്ത ആളുടെ ആണ് തെറ്റ്, 1% ഇയാളുടെ അടുത്തും തെറ്റുണ്ട്. കാരണം തുട കാണിച്ചതുകൊണ്ടാണ് തുടയിൽ വെട്ടേറ്റത്. വയറുമായിട്ട് വീട്ടിൽ വയറ് വെക്കാതെ വയറുമായി പുറത്തിറങ്ങിയത് കൊണ്ടാണ് വയറിൽ കുത്തേറ്റതെന്ന് ഒരാൾ പറഞ്ഞു. ഇതൊരു ബാലൻസ്ഡ് വ്യൂ ആണ്, ആരുമായിട്ട് ബന്ധമില്ല. മൂന്നാമത്തെ കാര്യം, വളരെ കൃത്യമായി WPC 2108 2014 കോടതി പറഞ്ഞിട്ടുണ്ട് 19(1) മാത്രമാണ് സിറ്റിസൺ അപ്ലിക്കബിൾ. 19(2) എന്ന് പറയുന്ന ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനിലെ രാഹുൽ പറഞ്ഞ ഡീസൻസി നുണയാണ്. ഇത് സ്റ്റേറ്റിനാണ് ഇത്തരം റൂൾ ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ ഒബ്സിനിറ്റി ലോ നിലവിലുണ്ട്. ഒബ്സിനിറ്റി ലോ പ്രകാരം ഒരിക്കലും കേസെടുക്കാൻ വേണ്ടി പറ്റില്ല. മാത്രമല്ല വസ്ത്രധാരണവും 19(1) പ്രകാരം ഒരു കോൺഫ്ലിക്റ്റ് വന്നാൽ അവിടെ 21 വസ്ത്രധാരണമാണ് നിലനിൽക്കാന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ശരി, സെക്കൻഡിൽ പറയാം. ആദ്യം തന്നെ ഡോക്ടർ ചിന്താചരവും ഓർക്കേണ്ടത്, ഞാൻ കൈയടിക്ക് വേണ്ടിയല്ല, ആരും ഇല്ലാത്തപ്പോഴും ഒറ്റയ്ക്കും വിശ്വാസത്തിന് വേണ്ടി പോരാടി ജയിച്ചൊരു വ്യക്തിയാണ്. അത് മാത്രം ഓർത്താൽ എനിക്കൊരു നന്ദിയാണ് പറയാനുള്ള അടുത്ത 20 സെക്കൻഡിൽ. അത് റിപ്പോർട്ട് ടീമിന്റെ ടെക്നിക്കൽ ടീമിനോടാണ്. ഞാൻ വസ്ത്രധാരണം എന്നൊരു കാര്യമില്ല ഹൈക്കോടതി വിധിയിൽ നിന്ന് ചൂണ്ടിക്കാണിച്ചപ്പോ അപ്പം തന്നെ ഹൈക്കോടതി നിരീക്ഷണങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുകയും അതിൽ വസ്ത്രധാരണം ഇല്ല എന്ന് പൊതുജനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി തടിച്ചവരെ കുറിച്ച്, മെലിഞ്ഞവരെ കുറിച്ച്, ബോഡി ഷെയ്മിംഗ് പാടില്ല തുടങ്ങിയ വിശദീകരണം ആ ടെക്നിക്കൽ ടീം എന്നുള്ളത് അവർ ഒരുപക്ഷെ എന്നെ പോലെ ഒരു സീക്രട്ട് പുരുഷ അനുകൂലിയായിരിക്കും. അതുകൊണ്ടായിരിക്കും കൃത്യമായി ടെക്നിക്കൽ ടീം അപ്പം തന്നെ മാറ്റിയത്. അതുകൊണ്ട് ഹൈക്കോടതിയുടെ വിധിയാറ്റി അതില്ല. അഡ്വക്കേറ്റ് അഭിലാഷ് പറഞ്ഞ എന്നെ വിമർശിച്ചോണ്ടുകൊണ്ട് എന്നുള്ള ആ ബാലൻസ് നിലപാടിന് നന്ദി പറയുന്നു. ബഹുമാനപ്പെട്ട കോടതി എന്ത് പറഞ്ഞാലും ഞാൻ അതനുസരിക്കും, അതിന് യാതൊരു വിരോധവും ഉണ്ടാവില്ല. പക്ഷേ വനിതാ കമ്മീഷന്റെ നിലപാടിനെ ബഹുമാനത്തോടെ എതിർക്കുകയും. ശരി, കോടതിയിൽ നിന്ന് വന്ന വാചകങ്ങൾ അതേപടി നേരത്തെ തന്നെ എഴുതി കാണിക്കുന്നുണ്ട്. രാഹുലിനുള്ള പ്രത്യേകമായ ഒരു പിന്തുണയായി രാഹുൽ തെറ്റിദ്ധരിക്കേണ്ട. അങ്ങനെ തോന്നിയെങ്കിൽ ആയിക്കോട്ടെ. വസ്ത്രധാരണം ഇല്ല എന്ന് വെച്ച് വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് പറയാം എന്നാണോ താങ്കൾ വിചാരിച്ചിരിക്കുന്നത്? എനിക്കറിയില്ല, നോക്കാം. ബോഡി ഷെയ്മിംഗ് എന്ന് പറയുമ്പോൾ എല്ലാം കൂടി വരുന്നതാണ്. അതിൽ എന്തൊക്കെ വരുമെന്നുള്ളത് ഇനി പിന്നീട് വ്യാഖ്യാനിച്ച് കണ്ടെത്താം. ഏതായാലും താങ്കളുടെ കേസ് എന്തായാലും കോടതിയിൽ എത്തുമല്ലോ. അപ്പോൾ കൂടുതൽ വ്യക്തത വരട്ടെ. വളരെ നന്ദി. Debate with Smriti Parathikkad.